എന്തായാലും ആലപ്പുഴ കരൂരിലാണ് യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയത്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. എവിടെയാണ് മൃതദേഹം കുഴിച്ചു മൂടിയതെന്നറിയാൻ പ്രതി ജയന്തിനുമായി പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇവിടെ ഈ സ്ഥലത്ത് തന്നെയാണ് വിജയലക്ഷ്മിയെ കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന കാര്യം ഏതാണ്ട് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു, ഉറപ്പിക്കുന്നു. അവിടെ ഇപ്പോൾ അതിൻ്റെ ബാക്കി പ്രൊസീജിയർ നടക്കുന്നുണ്ട്. പോലീസ് സന്നാഹം അവിടെയുണ്ട്. വലിയ തോതിൽ നാട്ടുകാർ അങ്ങോട്ടേക്ക് തടിച്ചുകൂടിയിട്ടുണ്ട്. വളരെ ആകസ്മികമായാണ് പോലീസ് ആ കൊലപാതകത്തിലേക്ക് എത്തിയത്. പോലീസിന് അന്വേഷണം ഒരിക്കൽ കൂടി കേരള പോലീസ് തെളിയിക്കുന്നു. മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, എന്താണ് ഇനി തുടർന്നുള്ള പ്രൊസീജിയർ? ഈ ജയേന്ദ്രൻ പറയുന്ന മൊഴികൾ ഏതളവിൽ പോലീസ് മുഖവിലക്കെടുക്കുന്നു? മനീഷ്. ശരി, അരുൺ രാജിലേക്ക് ഒരിക്കൽ കൂടി കയറുന്നു. അരുൺ, അപ്പോൾ ഇനി പോലീസ് അത് സ്ഥിരീകരിച്ചതോടുകൂടി ശക്തമായി തന്നെ ആ ഭാഗം കുഴിക്കാനുള്ള നടപടികളെ മുന്നോട്ട് പോവുകയല്ലേ? വരുന്നുണ്ട് കാരണം ഈ സ്ത്രീ ഓടിച്ച് ഓച്ചിറയിലെത്തിയ സ്കൂട്ടർ അത് പോലീസ് ഓച്ചിറയിൽ സ്റ്റാർ ഹോട്ടലിന്റെ സമീപത്ത് വെച്ച് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ ഓച്ചിറ വരെ ഈ സ്ത്രീ വിജയലക്ഷ്മി എത്തിയത് ഇരുചക്ര വാഹനത്തിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആ വാഹനം ഇപ്പോൾ സ്റ്റാർ ഹോട്ടലിന്റെ മുമ്പിൽ വെച്ച് പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞു. അതിന്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ഈ സമയം വരെ പോലീസിന് അനുദിനം ലഭിക്കുന്ന ലീഡുകൾ ഈ കേസിൽ ജയചന്ദ്രന്റെ പങ്ക് കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. ജയചന്ദ്രൻ ഈ കേസുമായി എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ജയചന്ദ്രനും വിജയലക്ഷ്മിയും കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് എന്നീ കാര്യങ്ങളിൽ കൃത്യമായൊരു സ്ഥിരീകരണം ഇപ്പോൾ പോലീസ് വരുത്തിയിരിക്കുകയാണ്. ഈ ഇരുചക്ര വാഹനത്തിലാണ് കരുനാഗപ്പള്ളി ആദിക്കാട് നിന്ന് ഈ വിജയലക്ഷ്മി ജയചന്ദ്രനെ കാണാൻ ജയചന്ദ്രന്റെ ആവശ്യപ്രകാരം ഓച്ചിറയിലേക്ക് എത്തുന്നത്. തുടർന്ന് ഓച്ചിറ സ്റ്റാർ ഹോട്ടലിന് മുമ്പിൽ ഈ വാഹനം നിർത്തി വെക്കുകയും പിന്നീട് ജയചന്ദ്രനൊപ്പമാണ് യാത്ര തുടർന്നത് എന്നുള്ളതാണ്. എന്തായാലും ദൃശ്യങ്ങൾ, ഒരുപക്ഷെ ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ വന്ന വാഹനം അത് ഈ വിജയലക്ഷ്മി ഉപയോഗിച്ചിരുന്ന വാഹനം സ്റ്റാർ ഹോട്ടലിന്റെ ഭാഗത്തുനിന്ന് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. KL 31D 8134 എന്ന നമ്പറിലുള്ള വാഹനമാണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. എന്തായാലും ആ വാഹനത്തിലാണ് ഈ പരാതിക്കാരി ഈ വിജയലക്ഷ്മി എത്തിയത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ, ഈ പ്രതിയിലേക്ക് ലീഡ് ചെയ്യുന്ന തെളിവുകൾ പോലീസിന് മുമ്പാകെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും നിർണായകമായത് ഇനി അവിടെ നിന്ന് ഇവിടേക്ക് യാത്ര ചെയ്ത മാർഗം എങ്ങനെയാണ്, അതിനുശേഷം ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചു, അത് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങളടക്കം ഈ വീട്ടിൽ നിന്ന് കണ്ടെടുക്കേണ്ടതുണ്ട്, അത് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഫോറൻസിക്കിലെ ഉദ്യോഗസ്ഥർ ആ പരിശോധന ഇപ്പോൾ വീട്ടിനുള്ളിൽ തുടരുകയാണ്. ജയചന്ദ്രന്റെ ഈ ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് ഈ ജയചന്ദ്രൻ പോലീസ് ഉദ്യോഗസ്ഥരോട്, അത് ഈ അന്വേഷണ സംഘത്തോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്, എന്തിനാണ് ഈ കൊല ചെയ്തത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ജയചന്ദ്രൻ പറഞ്ഞത് പെട്ടെന്നുണ്ടായ പ്രകോപനം, തങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, പെട്ടെന്നൊരു പ്രകോപനമുണ്ടായി. ആ പ്രകോപനത്തിന് കാരണം അത് കൃത്യമായി നമുക്ക് മുമ്പിലേക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് അതേ തോതിൽ ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഹാഷ്മി യാഥാർത്ഥ്യം. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ആ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ വിജയലക്ഷ്മി ആദ്യം കൊല ചെയ്യാൻ തീരുമാനമെടുക്കുന്നത്. പക്ഷെ കൊല ചെയ്യുകയായിരുന്നില്ല തന്റെ ഉദ്ദേശം. പെട്ടെന്ന് കഴുത്തിൽ പിടിച്ച് തല കട്ടിലിൽ അടിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ആ സമയത്ത് ഈ ഉണ്ടായ ഷോക്ക് അത് പിന്നീട് മരിച്ച കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു. പക്ഷെ വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. ഇതേ തുടർന്ന് താൻ വീണ്ടും ഈ കഴുത്തിൽ കയർ ഉപയോഗിച്ച് കുരുക്കി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഇത് മരണം ഉറപ്പിക്കാൻ വേണ്ടി ഈ പ്ലെയർ ഉപയോഗിച്ച്, അത് കട്ടിംഗ് പ്ലെയർ ആണ്, ആ പ്ലെയർ ഉപയോഗിച്ച് വീണ്ടും തലയ്ക്കടിച്ചു എന്ന് ജയചന്ദ്രൻ ഉറപ്പിക്കുന്നുണ്ട്. ഇതിനുശേഷം വീടിന്റെ അടുക്കള വാതിലിലൂടെയാണ് ഈ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. തുടർന്ന് ഈ സമീപത്ത് ആളില്ല എന്ന് ഉറപ്പിച്ച ശേഷം ഈ മൃതദേഹം ഈ സമീപത്തെ വസ്തു, അത് വീട് നിർമ്മാണം നടക്കുകയാണ്, ആ വസ്തുവിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്.